بسم الله الحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه ومن اهتدى بهدى أما بعد സൂറത്ത് സുമർ 32 മുതൽ 35 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പുതിയ പാഠമായി നമ്മൾ പാരായണം ചെയ്യുന്നത്. ഈ ആയത്തുകളിൽ പ്രധാനമായി നാം അറിയേണ്ട തജ്വീദ് വശങ്ങൾ നമുക്ക് പരിശോധിക്കാം. فمن أظلم فمن സാക്കിനായ നൂനിന് ഇൽഹാർ ഹൽക്കി നൽകി മണിക്കാതെ വെളിവാക്കണം. അളമു ഇതിൽ വാഇന് തഫ്ഖീം കൊടുക്കണം. വാ മുത്ബഖും റിഖ്വും ഒക്കെ ആയിട്ടുള്ള അക്ഷരമാണ്. മുസ്തഅലിയാണ്. മുഫഖം തഫ്ഖീം ചെയ്യേണ്ട അക്ഷരമാണ്. എന്നാൽ ഇതുവരെ വാ അല്ലാത്ത മറ്റൊരക്ഷരത്തിനും തഫ്ഖീമില്ല. ഫമൻ അളമു എന്ന് പറയുന്ന അതുവരെ വാ അല്ലാത്ത മറ്റൊരു ഹർഫിനും തഫ്ഖീം വരുന്നില്ല എന്നത് ശ്രദ്ധിക്കണം. മിമ്മൻ കദബ ഇതിൽ ഷദ്ദ് നൽകപ്പെട്ട മീമിനെ മണിക്കണം. സാക്കിനായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിച്ചുകൊണ്ടോതണം. മിമ്മൻ കദബ ഈ അക്ഷരങ്ങളും എല്ലാം തർക്കീഖിൻ്റെ തന്നെയാണ്. തഫ്ഖീം ഒന്നിനുമില്ല. അലല്ലാഹി അല്ലാഹു എന്ന ലഫ്ദുൽ ജലാല അതിലെ ലാമിനും അലിഫിനും തഫ്ഖീമാണ്. ലാം ലാമായി തന്നെ ഉച്ചരിക്കണം. അത് മറ്റൊരു മഖ്റജിൽ നിന്ന് ശബ്ദം വരുന്നത് സൂക്ഷിക്കേണ്ടതാണ്. അലല്ലാഹി വകദ്ദബ ബിസ്സിദ്ഖി വകദ്ദബ കദ്ദബ കദ്ദബ എന്ന് പറയുന്നത് കദ്ദബ ഇസ്തിഫാലിൻ്റെ ഹർഫാണല്ലോ. ബിസ്സിദ്ഖി സ്വാദിന് കുറഞ്ഞ തഫ്ഖീമാണ്. ശേഷം ദാൽ സാക്കിനായ ദാലിന് ഖൽഖല നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കണം. ഖൽഖല സൂറയാണ്. ഖാഫിനും കസ്റുണ്ട്, കുറഞ്ഞ തഫ്ഖീം. അപ്പോൾ ബിസ്സിദ്ഖി ബിസ്സിദ്ഖി ഇദ് ജാഅ ഇദ് എന്ന ദാല് റിഖ്വായ അക്ഷരാണ്. ഇദ് അലൂസായിക്കൊണ്ടുള്ള ഉച്ചാരണം. ഇദ് ജാഅ ഈ പദത്തിലെ ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. അലിഫിനെ 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. ദ്വമീറിൽ വഖഫ് ചെയ്യുമ്പോൾ സുക്കൂൻ നൽകുന്നു. എന്നാൽ ചേർത്ത് ഓതുകയാണെങ്കിൽ അവിടെ മദ്ദുസ്സില അൽ കുബ്ര എന്ന ദീർഘം നൽകേണ്ടതാണ്. നൽകൽ അനുവദനീയമാണ്. മദ് മുൻഫസിലിൻ്റെ വിധിയാണതിന്. ഇദ് ജാഅഹു അലൈസ ഫീ ജഹന്നം അലൈസ ഫീ ജഹന്നമ നൂൻ മുഷദ്ദദ ഷദ്ദ നൽകപ്പെട്ട നൂനിനെ മണിക്കുക. മത്വൽ ലിൽ കാഫിരീൻ മത്വൻ തൻവീനിനെ ശേഷമുള്ള ലാമിൽ പൂർണ്ണമായും ലയിപ്പിച്ച് മണിക്കാതെ ഉച്ചരിക്കണം. ഇദ്ഗാം ബിഗൈരി ഗുന്ന. ലിൽ കാഫിരീൻ എല്ലാം തർക്കീഖിൻ്റെ അക്ഷരങ്ങളാണ്. വല്ലദീ ജാഅ ബിസ്സിദ്ഖി ജാഅ വീണ്ടും വന്നിരിക്കുന്നു. അലിഫിനെ മദ് മുത്തസിൽ വാജിബ് എന്ന ദീർഘം നൽകി 4-5 ഹറക്കത്തിൻ്റെ അളവിൽ മദ് നൽകൽ നിർബന്ധമാണ്. ബിസ്സിദ്ഖി വീണ്ടും ആ പദം സ്വാദിനും ഖാഫിനും കുറഞ്ഞ തഫ്ഖീം. ദാലിന് ഖൽഖല സൂറ. വസദ്ദഖ ബിഹി ഉലൈക ബിഹി ഇതിൽ വഖഫ് ചെയ്യുകയാണെങ്കിൽ ബി എന്ന് സുക്കൂൻ നൽകി വഖഫ് ചെയ്യണം. വസദ്ദഖ സ്വാദിനും ഖാഫിനും മാത്രമാണ് തഫ്ഖീം ഉള്ളത്, അത് ശ്രദ്ധിക്കുക. പിന്നെ ബിഹി ഇതിലെ ദീർഘം മദ്ദുസ്സിലത്തിൽ കുബ്രയാണ്. 4-5 ഹറക്കത്തിൻ്റെ അളവിൽ ദീർഘിപ്പിക്കൽ അനുവദനീയമായ മുൻഫസിലിൻ്റെ ഹുക്മാണ്. ഉലൈക ഈ പദത്തിൽ മദ് മുത്തസിൽ വാജിബുണ്ട്. അലിഫിനെ
ദീർഘിപ്പിക്കൽ നിർബന്ധമാണ് 4-5 ഹറക്കത്തിൻ്റെ അളവിൽ. ഹുമുൽ മുത്തഖൂൻ, ഖാഫിന് തഫ്ഖീം നിസ്ബി കൊടുക്കുക. ലഹും മാ യശാഊന, ലഹും എന്നതിലെ മീം സാക്കിനത്തായ മീം ശേഷമുള്ള മീമിൽ പൂർണ്ണമായും ലയിപ്പിക്കണം. ഇദ്ഗാം മുതമാസിലൈനി സഗീർ എന്ന വിധിയാണ് മണിച്ചുകൊണ്ട് ഓതുക. യശാഊന ഇതിലുള്ള ദീർഘം മദ് മുത്തസിൽ വാജിബാണ്. ഇൻദ റബ്ബിഹിം, ഇൻദ ഈ പദത്തിലെ സാക്കിനത്തായ നൂനിനെ ഇഖ്ഫ ഹഖീഖി നൽകി അവ്യക്തമാക്കി മണിക്കുക. റബ്ബിഹിം, ദാലിക ചേർത്തോതുകയാണെങ്കിലും ഇൽഹാർ ഷഫവിയാണ്, മണിക്കാതെ വെളിവാക്കണം. ദാലിക ജസാഉ ഇതിലെ അലിഫിനെ മദ് മുത്തസിൽ വാജിബ് നൽകി ദീർഘിപ്പിക്കൽ നിർബന്ധമാണ്. മുത്തസിൽ എന്നാൽ ചേർന്നു വന്നതെന്നർത്ഥം. അലിഫും ശേഷം ഹംസയും ഒറ്റ പദത്തിലായി ചേർന്നു വന്നതാണ് ഇതിൻ്റെ കാരണം, ഈ നാമകരണത്തിനുള്ള കാരണവും. ജസാഉൽ മുഹ്സിനീൻ, ഹ വ്യക്തമായി അതിൻ്റെ മഖ്റജിൽ നിന്ന് ഉച്ചരിക്കുക. ലിയുകഫിറ, ലിയുകഫിറ, കാഫിന് ഹംസ് ഷിദ്ദ തുടങ്ങിയ സിഫത്തുകളുണ്ട്. റാഇന് തഫ്ഖീമാണ്. അല്ലാഹു ഇസ്മുൽ ജലാല, ലാമിനെ അതുപോലെ ദീർഘാക്ഷരമായ അലിഫിനെയൊക്കെ തഫ്ഖീം ചെയ്യണം. ലിയുകഫിറല്ലാഹു അൻഹും, അൻഹും അസ്വഅ, അൻഹും ഇതിലെ സാക്കിന നൂനിനെ ഇൽഹാർ ഹൽഖി നൽകണം, വെളിവാക്കണം. സാക്കിന മീമിന് ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. അപ്പോൾ അൻഹും അസ്വഅ, അസ്വഅ ഹംസകളൊക്കെ വ്യക്തമായി ഷിദ്ദത്തോടുകൂടി ഉച്ചരിക്കണം. ചേർത്തോതുമ്പോൾ പലരും തെറ്റിക്കും. അൻഹും മസ്വ, മസ്വ എന്ന് പറയും, അത് തെറ്റാണ്. അൻഹും അസ്വഅ അല്ലദീ അമിലൂ, ഐന് വ്യക്തമാക്കി. ബൈനിയ അല്ലെങ്കിൽ തവസ്സുത്ത് എന്ന സിഫത്ത് അതിനുള്ളതാണ്. തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് ഉച്ചരിക്കണം. ആമീലു തർക്കീഖാണ്. വയജ്സിയഹും, ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകി ശബ്ദം ചലിപ്പിച്ച് വ്യക്തമാക്കുക. സാക്കിന മീം വരുന്നുണ്ട് പദത്തിൻ്റെ അന്ത്യത്തിൽ. ഇൽഹാർ ഷഫവി നൽകി മണിക്കാതെ വെളിവാക്കണം. വയജ്സിയഹും അജ്റഹും ബിഅഹ്സൻ, അജ്റഹും ഈ പദത്തിലെ ജീമിൻ്റെ സുക്കൂൻ ഖൽഖല സുഗ്റ നൽകണം, വ്യക്തമാക്കി ഉച്ചരിക്കുക. റാഇന് തഫ്ഖീമുണ്ട്. സാക്കിന മീം ഇഖ്ഫ ഷഫവി നൽകി അവ്യക്തമാക്കി മണിക്കണം. അജ്റഹും ബിഅഹ്സനി, ബാഇന് മുമ്പിൽ വരുമ്പോൾ ഇഖ്ഫ ആണ് മീമിനുള്ള വിധി. സാക്കിന മീം ബിഅഹ്സനി, ഹ വ്യക്തമാക്കി ഉച്ചരിക്കുക. ബിഅഹ്സനില്ലദീ കാനൂ യഅമലൂൻ, കാനൂ യഅമലൂൻ, ഐന് വ്യക്തമാക്കി ഉച്ചരിച്ചുകൊണ്ട് പാരായണം ചെയ്യുക. ബാറക്കല്ലാഹു ഫീക്കും. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. فمن أظلم ممن كذب على الله وكذب بالصدق إذ جاءه أليس في جهنم مثوى للكافرين والذي جاء بالصدق وصدق به أولئك هم المتقون لهم ما يشاءون عند ربهم ذلك جزاء المحسنين
ليكفر الله عنهم أسوأ الذي عملوا ويجزيهم أجرهم بأحسن الذي كانوا يعملون.